ഹായ് ഹലോ എല്ലാവർക്കും മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം. മോർണിംഗ് ടീ നിങ്ങൾക്ക് ഒരു പുതിയ അറിവ് നൽകുകയാണ്. നമുക്കിന്ന് ഒരു ചായ കുടിച്ചുകൊണ്ട്, അതായത് ഒരു മോർണിംഗ് ടീയിലൂടെ നമുക്കൊരു പുതിയ അറിവ് സമ്പാദിക്കാം. ഒരു ചായയോടൊപ്പം ഒരു ചായയിൽ നമുക്ക് എത്രത്തോളം സ്വാദ് ലഭിക്കുന്നുണ്ടോ അത്രത്തോളം സ്വാദ് ലഭിക്കുന്ന ഒരു അറിവായിരിക്കും ഈ മോർണിംഗ് ടീയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് PSC ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ചോദ്യം എന്താ? ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്താണ്? അതിൽ അണുവിട ഞാൻ വ്യത്യാസം വരുത്തില്ല. അതേ ചോദ്യവും അതേ ഓപ്ഷൻസുമാണ്. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്താണ്? ആ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഗംഗയുടെ അവസ്ഥയാണ് അല്ലേ? ഇന്ത്യയുടെ ദേശീയ നദി, ഇന്ത്യയുടെ പുണ്യ നദി, ഇന്ത്യയുടെ ജീവരേഖ, ഇന്ത്യയുടെ നീളം കൂടിയ നദി, ഇതൊക്കെ ഗംഗയാണ് ആൻസർ. ആ ഗംഗയുടെ ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. സങ്കടം തോന്നും കണ്ടാൽ അല്ലേ? ശരിയല്ലേ? നമ്മുടെ പുണ്യ നദിയാണ്. അപ്പൊ ചോദ്യം എന്താ? ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്താണ്? ഈ നമ്മുടെ പുണ്യനദിയായ, നമ്മുടെ ദേശീയ നദിയായ, ഏറ്റവും നീളം കൂടിയ നദിയായ, ഇന്ത്യയുടെ ജീവരേഖയായ ഈ നദിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറേ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങൾ ഏതാണ് എന്നാണ്. ഇതിൽ 3 തെറ്റാണ്, 1 കറക്റ്റാണ്. അത് നമ്മൾ കണ്ടെത്തണം. ഏതൊക്കെയാണ് ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേര് ഈ കിടക്കുന്നതിൽ? ഒന്നാമത്തത് സേവ് ഗംഗാ പദ്ധതി. അങ്ങനെ ഒരു പദ്ധതി ഗംഗാ ശുദ്ധീകരണ പദ്ധതിയിൽ ഇല്ലല്ലോ. അടുത്ത് നോക്കാം. മിഷൻ ഗംഗാ പദ്ധതി. അങ്ങനെ ഒരു പദ്ധതിയും ഗംഗാ ശുദ്ധീകരണ പദ്ധതിയിൽ ഇല്ല. പിന്നെയോ മിഷൻ ക്ലീൻ ഗംഗ. അങ്ങനെ ഒരു പദ്ധതി ഇല്ല. പക്ഷെ ക്ലീൻ ഗംഗ മിഷൻ ഉണ്ട് അല്ലെ? അതിന്റെ പേരെന്താണ്? മിഷൻ ക്ലീൻ ഗംഗ എന്നല്ല, ക്ലീൻ ഗംഗ മിഷൻ എന്നൊരു പദ്ധതി ഉണ്ട്. അപ്പൊ അവിടെ അതുമല്ല. നമുക്ക് ഇവിടത്തെ ആൻസർ നമാമി ഗംഗ ആണ്. അപ്പൊ ഗംഗാ ശുദ്ധീകരണ പദ്ധതി നമ്മൾ ഇവിടുത്തെ ഓപ്ഷൻ അനുസരിച്ച് ഏതാണ്? നമാമി ഗംഗാ പദ്ധതിയാണ്. ഗംഗയെ ശുദ്ധീകരിക്കാനുള്ള ഈ 4 ഓപ്ഷനിൽ ശരിയായ പദ്ധതി നമാമി ഗംഗയാണ്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധ ഒന്ന് വയ്ക്കണം. ആരാണ് ഗംഗയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമാമി ഗംഗ പദ്ധതി കൊണ്ടുവന്നത്? പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. ആരാണ്? നരേന്ദ്രമോദി. അപ്പൊ നമാമി ഗംഗ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി. ഏത് വർഷമാണ് നമാമി ഗംഗ പദ്ധതി? 2014 നമാമി ഗംഗ പദ്ധതി പ്രഖ്യാപിച്ച വർഷപ്പോഴാണ് 2014. കോടിക്കണക്കിന് രൂപ ഗംഗയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ചെലവഴിച്ചു. പദ്ധതിയുടെ പേര് നമാമി ഗംഗ പദ്ധതി എന്നാണ്. എന്നാൽ അവിടെ നമുക്കൊരു സംശയം വരാം. ഈ പദ്ധതി മാത്രമാണോ ഗംഗയെ ശുദ്ധീകരിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്? അല്ല. ഗംഗയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി വളരെ പണ്ട് തന്നെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ഗംഗാ ശുദ്ധീകരണ പദ്ധതി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഗംഗാ ആക്ഷൻ പ്ലാൻ. എന്താ പേര്? ഗംഗാ ആക്ഷൻ പ്ലാൻ. ഇത് 1986 ജനുവരി 14. അപ്പോ ഗംഗാ ആക്ഷൻ പ്ലാൻ എന്ന പേരിൽ ഒരു ഗംഗാ ശുദ്ധീകരണ പദ്ധതി നടപ്പിലാക്കുന്നത് രാജീവ് ഗാന്ധിയാണ്. അത് ഏത് വർഷമാണ്? വളരെ പണ്ടാണ്, 1986. നമ്മൾ ഈ അടുത്ത കാലത്ത് ഗംഗാ ശുദ്ധീകരണ പദ്ധതിയിൽ ആദ്യത്തേതെന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്? ഗംഗാ ആക്ഷൻ പ്ലാൻ. അപ്പൊ ഗംഗാ ആക്ഷൻ പ്ലാൻ എന്ന പദ്ധതി കൊണ്ടുവന്ന പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ആ വർഷം എപ്പോഴാണ്? 1986. രണ്ടാമത് ഇവിടെ പറയുന്നത് 2014. പദ്ധതിയുടെ പേര് നമാമി ഗംഗയാണ്. അത് കൊണ്ടുവന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇനി ഒരു പദ്ധതിയുടെ ഉണ്ട്. അതിൻ്റെ പേര് ക്ലീൻ ഗംഗ മിഷൻ എന്നാണ്. എന്താ പദ്ധതിയുടെ പേര്? ക്ലീൻ ഗംഗ മിഷൻ. ഈ ക്ലീൻ ഗംഗ മിഷന് വേണ്ടി ഇന്ത്യക്ക് 120 മില്യൺ യൂറോ ലോൺ ആയി അനുവദിച്ച ഒരു രാജ്യമുണ്ട്. അത് ജർമ്മനിയാണ്. ഏതാ രാജ്യത്തിൻ്റെ പേര്? ജർമ്മനി. 120 മില്യൺ യൂറോ ഇന്ത്യക്ക് ലോണായി അനുവദിച്ച രാജ്യം ജർമ്മനിയാണ്. അപ്പൊ ഇവിടെ 3 പദ്ധതി മറക്കണ്ട. ഒന്ന് ഗംഗ ആക്ഷൻ പ്ലാൻ,
രാജീവ് ഗാന്ധി 1986. 2 നമാമി ഗംഗ പദ്ധതി നരേന്ദ്രമോദി 2014. മൂന്നാമത്തത് ക്ലീൻ ഗംഗ മിഷൻ അല്ലെ, അതിനുവേണ്ടി ക്ലീൻ ഗംഗ മിഷൻ എന്ന പദ്ധതിക്ക് വേണ്ടി 120 മില്യൺ യൂറോ ഇന്ത്യക്ക് വായ്പയായി അനുവദിച്ച യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി. ക്ലിയർ അല്ലേ? ബാക്കി 3 ഓപ്ഷനും തെറ്റാണ്. അപ്പൊ ഇതുമായി കണക്ട് ചെയ്ത് 1-2 കാര്യങ്ങളോട് നമുക്കൊന്ന് സൂചിപ്പിക്കാനുണ്ട്. ഗംഗയെ കുറിച്ചാണ്. ഗംഗ നിങ്ങൾക്കറിയാം, ഇത്രയും പദ്ധതികളൊക്കെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടും നടപ്പിലാക്കിയിട്ടും കോടിക്കണക്കിന് രൂപ ഈ ഗംഗയെ ശുദ്ധീകരിക്കാൻ വേണ്ടി മുടക്കിയിട്ടും ഗംഗ ശുദ്ധീകരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ കുറച്ച് ദൂരമൊക്കെ ശുദ്ധീകരിക്കും, തിരിച്ചു കയറുമ്പോൾ ഗംഗ പഴയപടിയാവും. അതിന്റെ കാരണം എന്താ? നമുക്കറിയാം, ഈ ഗംഗ ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഗംഗോത്രി ഹിമാനി, ഗായ്മുഖ് അഥവാ ഗോമുഖ് ഗുഹ, അവിടെ നിന്ന് ഉത്ഭവിച്ച് ഉത്തരാഖണ്ഡിൽ നിന്നും താഴോട്ട് UPയിലേക്ക് ഇറങ്ങുന്നത് വരെ ഗംഗ ശുദ്ധമാണ്. പക്ഷെ UPയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗംഗ അശുദ്ധമാകുന്നു. അതിന്റെ കാരണം നിരവധി ഫാക്ടറികൾ ഈ ഗംഗയുടെ 2 സൈഡിലുമുണ്ട്. ആ ഫാക്ടറികളിൽ നിന്നുള്ള അഴുക്ക്, മലിനജലം എല്ലാം ഒഴുക്കി വിടുന്നത് നമ്മുടെ ഈ ഗംഗയിലേക്കാണ്. പിന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഗംഗയിൽ എന്ത് ചെയ്യുന്നത്, ഇറങ്ങി കുളിക്കുന്നതും അവരുടെ മറ്റ് കർമ്മങ്ങളും കാലികളെ കഴുകുന്നതും ഒക്കെ. അതൊക്കെ ഒരു ചെറിയ കാരണമാകുന്നുള്ളൂ. പക്ഷെ ഈ ഫാക്ടറികളാണ് പ്രധാനപ്പെട്ട വില്ലനായിട്ട് വരുന്നത്. അങ്ങനെ ഇത് എപ്പോഴാണോ UPയിലേക്ക് വരുന്നത് അത് മുതലാണ് നമ്മുടെ ഈ ഗംഗ എന്ത് ചെയ്യുന്നത്, മലിനമായി മാറുന്നത്. ഗംഗ ഉത്ഭവിക്കുന്ന സ്ഥലം എവിടെയാണ്? ഗംഗ ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ എവിടെയെന്ന് ചോദിച്ചാൽ ഗംഗോത്രി ഹിമാനിയാണ്. ഗംഗോത്രി ഹിമാനിയിലെ എവിടെയാണ്? ഗോമുഖ് അഥവാ ഗായ്മുഖ് ഗുഹ. ഈ ഗംഗ ഉത്ഭവ സ്ഥാനത്തുള്ള പേര് ഗംഗ എന്നല്ലല്ലോ, ഭഗീരഥി എന്നാണ് അല്ലെ. ഉത്ഭവ സ്ഥാനത്തെ ഗംഗയുടെ പേരെന്താണ്? ഭഗീരഥി നദി എന്നാണ്. ഗംഗ ഗംഗയാകുന്നത് ആരുമായിട്ട് ചേരുമ്പോഴാണ്? മറ്റൊരു നദിയുമായി ചേരുമ്പോഴാണ്. അളകനന്ദയുമായി ചേരുമ്പോഴാണ് ഭഗീരഥി ഗംഗയായി മാറുന്നത്. എവിടെ വെച്ചാണ് ഭഗീരഥിയും അളകനന്ദയും സന്ധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ഉത്തരാഖണ്ഡിൽ തന്നെയുള്ള ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചാണ്. എവിടെ വെച്ചാണ്? ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചാണ് സന്ധിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഭഗീരഥി എന്നുള്ള പേര് മാറ്റിയിട്ട് ഗംഗ എന്നാവുന്നു. ഈ ഭഗീരഥി പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു കാര്യം കൂടെ പറയണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടോ. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? ഡാം ഏതാണ്? നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഒന്ന് മനസ്സിൽ കൊണ്ടുപോവാ. തെഹ്രി ഡാമാണ്. ഏതാ ഡാമിന്റെ പേര്? തെഹ്രി ഡാം. തെഹ്രി എന്ന് പറയും കേട്ടോ. തെഹ്രി ഡാമാണ് നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ ഡാം. ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഭഗീരഥി നദിയിലാണ്. തെഹ്രി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഭഗീരഥി നദിയിലാണ്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ നമ്മുടെ ചോദ്യം എന്താ? ഗംഗാ ശുദ്ധീകരണ പദ്ധതി ചുവടെ പറയുന്നതിൽ ഏതാണ്? നമാമി ഗംഗാ പദ്ധതി. ഗംഗാ ശുദ്ധീകരണത്തിന് 3 പ്രധാന പദ്ധതികളുണ്ട്. ഒന്നാമത്തത് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പദ്ധതി ഗംഗ ആക്ഷൻ പ്ലാൻ 1986. രണ്ടാമത്തത് നമാമി ഗംഗാ പദ്ധതി കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. ഏത് വർഷമാണത്? 2014. മൂന്നാമത്തെ പദ്ധതിയുടെ പേര് ക്ലീൻ ഗംഗ മിഷൻ ആണ്. ആ പദ്ധതിക്ക് വേണ്ടി 120 മില്യൺ യൂറോ ഇന്ത്യക്ക് വായ്പയായി അനുവദിച്ച യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഗംഗാ നദി ശുദ്ധമായിട്ടില്ല. പക്ഷേ ഗംഗയും ലോകത്തിലെ തന്നെ എല്ലാ നദികളും ശുദ്ധമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കോവിഡ് വന്നതോടുകൂടി മൊത്തം ക്ലോസ് ചെയ്തു. ശരിയല്ലേ? മൊത്തം ക്ലോസ് ചെയ്തപ്പോൾ ആളുകൾ ഉപയോഗിക്കാതായി, ഫാക്ടറികളൊന്നും തുറക്കാതായി. അങ്ങനെ വന്നപ്പോൾ ഗംഗ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദികൾ ഏതൊക്കെയുണ്ടോ ആ നദികളെല്ലാം എന്ത് ചെയ്യുകയും ചെയ്തു? ശുദ്ധമാവുകയും ചെയ്തു. വീണ്ടും എപ്പോഴാണോ നമ്മൾ ഓപ്പൺ ചെയ്തത്, കോവിഡ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തത്, ഈ നദികളെല്ലാം പഴയപടിയാവുകയും ചെയ്തു. അവിടെ ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞിട്ട് നമുക്ക് ഈ മോർണിംഗ് ടീ ഇന്നത്തേൽ അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ നിലവിലുള്ള ഏറ്റവും മലിനമായ നദി ഏതാണ്? അത് ഗംഗയല്ല. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏത് എന്ന് ചോദിച്ചാൽ കൂവം എന്ന് പറയുന്ന നദിയാണ്. ഏതാണ്? കൂവം. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കൂവം നദിയാണ്. മറക്കരുത്. അത് തമിഴ്നാട്ടിലെ ചെന്നൈ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ചോദിച്ചാൽ കൂവം നദിയാണ്. മറക്കണ്ട. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. ചെന്നൈ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ടീ ഇവിടെ അവസാനിക്കുന്നു. നന്ദി. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.